ഒരാള് ഒരു സംശയം ചോദിച്ചു. ഈ തീരെ ചെറിയ കുട്ടികൾ മരിച്ചാൽ ദഹിപ്പിക്കാറില്ല അഗ്നിയിൽ. മുതിർന്നവർക്ക് ചിത ഒരുക്കിയിട്ട് അവരെ ദഹിപ്പിക്കും. ചോദിച്ചത് ഇന്നലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ മറുപടി വിവരിക്കാൻ കുറെ നേരം വരും. അപ്പൊ ധന്യമീതനത്തിൽ പറഞ്ഞാല് കുറെ പേർക്ക് ഉത്തരം കേൾക്കാമല്ലോ. ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ധന്യമീതനത്തിൽ വീണ്ടും സംസാരിക്കണ്ട. അതിന്റെ ഒരു സാധാരണ കാരണമാണ് പറയുന്നത്. ആധികാരികം എന്നൊക്കെ പറയാനുള്ള അർഹതയൊന്നും എനിക്കില്ല. ഒരു കഥ എഴുത്തുകാരൻ പറയുന്ന ഒരു തമാശയായിട്ട് കരുതിയാൽ മതി. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളും പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. കുട്ടിയായിരിക്കുമ്പോ മലമൂത്ര വിസർജനൊക്കെ എവിടെയാണ്? കിടക്കണോടത്തില്ല. മൂത്രം പോവും, ഷീന്ന് പോവും, മലം പോവും, ഷൂന്ന് പറയും. ആ രണ്ട് ഷീൻ ചേർത്തിട്ട് ശിശുന്ന് വിളി കിടക്കും. ശിശു മലമൂത്ര വിസർജനം ആ പ്രായത്തിൽ അങ്ങനെയാണ്. ശിശുക്കളല്ലേ എന്ന് പറയാറുണ്ട്. ആ സമയത്ത് ആകാശതത്വം വളരെ സ്വാധീനിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? ആകാശം, ആകാശം ടു വായു, വായു ടു അഗ്നി, അഗ്നി ടു ജലം, ജലം ടു ഭൂമി എന്നാണല്ലോ. കണക്ക് തെറ്റില്ല. ഈ ആകാശതത്വം ശിശു ആയിരിക്കുമ്പോ സ്വാധീനിക്കും. മലമൂത്രത്തില് കിടക്കും. ഭേദചിന്ത ഇല്ല. എന്ത് കണ്ടാലും കയറി പിടിക്കും. ഈ തേരട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇഴഞ്ഞു പോണ ഒരു ജീവിയുണ്ട്. ആ തേരട്ടെ കുട്ടികൾ കൈകൊണ്ട് എടുക്കലും തിന്നലും ചുണ്ട് മുഴുവനെ പോയ്സൺ പോലെ ആവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ഒക്കെ കുറെ കൂടി നാഗരികമായ ജീവിതത്തിലേക്ക് വന്നു. ഇതിൽ ആകാശതത്വം കഴിഞ്ഞാൽ കൗമാരപ്രായത്തിലെത്തും. അപ്പൊ അവരെ വായുതത്വം സ്വാധീനിക്കും. നമുക്ക് കാണാവുന്നതാണ്. വെറുതെ അലയുക, വെറുതെ ഓട്ടം, വായുതത്വമാണ്. ഞാൻ അങ്ങനെ ഓടിയിട്ടുണ്ട്. എത്ര ചീത്തയാണ് കേട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അമ്മ ചീത്ത പറയും, അച്ഛൻ ചീത്ത പറയും. ഓടിയും കൊണ്ട് കോണി ഇറങ്ങുക. ഇറങ്ങി വന്ന അച്ഛനൊരു നല്ലൊരു ശകാരം പതിവാണ്. അടി കിട്ടിയിട്ടുണ്ട്. അകലേക്ക് ചാടുക, ചാടിയിട്ട് മുറിവ് പറ്റുക. വായുതത്വത്തിന്റെ സ്വാധീന കൗമാരത്തിൽ ഒരു തവണ മുറിവ് വന്നിട്ട് ഉണങ്ങി. മുറിവ് നമുക്ക് പ്രശ്നമല്ല, അച്ഛനമ്മയ്ക്കാ വിഷമം. അയ്യോ കഷ്ടമല്ലേ, കണ്ണ് കൊള്ളേണ്ടതായിരുന്നല്ലോ. ഇവിടെ ആ പാട് ഇപ്പോഴും ഉണ്ട്. ഇത് ഉണങ്ങിയിട്ട് രണ്ടാമത്തെ വീഴ്ചയില് അവിടെ തന്നെ വീണ്ടും മുറിവ് വന്നു. അമ്മ അങ്ങനെ സങ്കടപ്പെടുമ്പോ ഞാൻ കേൾക്കാറില്ല. അയ്യോ അതിനിപ്പോ എന്നും ഉണ്ടാവുമല്ലോ അവിടെ മുറിവ്. SLC ബുക്കിൽ വരെ കണ്ണിന്റെ അപ്പുറത്തുള്ള ആ മുറിവാണ്. വായുതത്വമാണ്. ഓട്ടത്തിന്റെ കാലമാണ്. കൗമാരം കഴിഞ്ഞാൽ പിന്നീട് വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. പിന്നീട് അഗ്നിയിലേക്ക് പ്രവേശിക്കും. യൗവനം, അഹങ്കാരം,
ധിക്കാരം, ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗം. എടുത്തുചാട്ടം. അഗ്നിയാണ്. അഗ്നിയുടെ ബീജാക്ഷരം ര. സൂര്യന് രവി എന്ന പേര് അങ്ങനെയാണ് വന്നത്. എന്റെ പേരും രവീന്ദ്രനാഥനാണ്, പി ആർ നാഥൻ. ഈ അഗ്നിതത്വത്തിന്റെ കാര്യത്തില് ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. ജീവിതത്തിൽ സകല കാര്യങ്ങളും വേണ്ടാതീനം ഒൽപ്പിക്കുന്നത് അഗ്നിതത്വമാണ്. തന്നേക്കാൾ വിവരം ഇവിടെ ആർക്കും ഇല്ല എന്നൊരു വിചാരം വരും. അതിൻ്റെ ഒരു പ്രായമുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്കൊരു വിചാരം ഉണ്ടല്ലേ നന്നേക്കാൾ വിവരമുള്ളവരാരും ഇല്ലാന്ന്. പക്ഷെ എന്താ ആ അഗ്നിതത്വം കൊണ്ട് തീയാണതേ. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാലേ ആഹ്വാനം കിട്ടി, ബസ് കത്തിക്കട എന്നാണ് ആഹ്വാനം. ബസ് അങ്ങോട്ട് കത്തിച്ചു, അവിടെ വെച്ച് അടി കിട്ടി, ജയിലിൽ പോയി. ഇതൊന്നും ഒരു പ്രശ്നം അല്ല. അഗ്നി തത്വം കഴിഞ്ഞിട്ട് മധ്യവയസ്സിലേക്ക് വരും. അവിടെയാണ് ജലതത്വം. ആർദ്രത, കാരുണ്യം. ഉദ്യോഗസ്ഥന്മാരിലേക്കൊക്കെ പെൻഷൻ പറ്റാറാവുമ്പോഴേക്കും ജലതത്വത്തിലേക്ക് വരും. എത്ര കൃത്യമാണിത്. രണ്ടു കൂട്ടർ വഴക്ക് കൂടുമ്പോ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പറയും, വേണ്ടാത്ത വഴക്കിനൊക്കെ നിൽക്കണ്ട, ഇനി പ്രശ്നമുണ്ടാക്കും, എന്നെ കാസർകോട്ടേക്ക് ഇവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യും, മേലുദ്യോഗസ്ഥൻ, പ്രശ്നത്തിന് നിൽക്കണ്ട. കാരുണ്യവും ആർദ്രതയും. പിന്നെ സന്ധ്യ, ഇരുട്ട്, വാർദ്ധക്യം, ഭൂമി തത്വം, ക്ഷമ. ആ ഭൂമി തത്വത്തിൽ എത്തുമ്പോഴേക്കും ആ ക്ഷമ എന്നുള്ളത് വളരെ അത്ഭുതകരമായ രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുക. അവരെന്താച്ചാ പറഞ്ഞോട്ടെ, എന്തു പറഞ്ഞാലും വേണ്ടില്ല, ക്ഷമിക്കുക. സ്വത്ത് മുതല് ഇതൊക്കെ ഇനിയിപ്പോ കൊണ്ടുപോകും, വീട് ഇവിടുന്നെടുത്ത് കൊണ്ടുപോകും. വിടാനുള്ള ഇടമല്ലേ വീട്. ക്ഷമ. ഒരു കാരണം ഒരു ഇന്നോളെന്നെ പറഞ്ഞാണ്, ആരെങ്കിലും വന്ന് തല്ലിയാ ഞാൻ കൊണ്ടുപോരും. ഇതിന് വഴക്കിടാൻ പോവുക. ബുദ്ധി ഇല്ലാത്ത ഒരാളെ എന്നെ തല്ലിയാ നേര് പറയുന്നു. ഞാൻ 4 പേരും നോക്കുക, ആരെങ്കിലും കണ്ടു. ആരും കണ്ടിട്ടില്ലെങ്കിൽ മിണ്ടാതെ പോരും. എന്താ അറിയോ, ഇനി അവന്റെ പേരിൽ കേസ് കൂടി പത്രത്തിൽ റിപ്പോർട്ട് വന്ന് പ്രതികാരം ചെയ്യാനുള്ള നേരമൊന്നും ജീവിതത്തിൽ ഇല്ല. ഈ പഞ്ചഭൂതങ്ങളിൽ 5ന്റെയും സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറിയ കുട്ടികള് അഗ്നിതത്വത്തിൽ എത്തിയിട്ടില്ല. ആകാശതത്വവും വായുതത്വം കഴിഞ്ഞിട്ടുണ്ടോ? അഗ്നിതത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് അവരെ ശവസംസ്കാരം തീ കത്തിച്ച് നടത്തുന്നത്. ചെറിയ കുട്ടികളെ വളരെ തീരെ ചെറിയ കുട്ടികളെ മരിച്ചു എന്ന് വരെ പറയില്ല, കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ കഴിഞ്ഞു എന്ന പദത്തിലൊക്കെ വെറുതെ അങ്ങോട്ട് പറയല്ല, അതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇവിടെ കുറച്ച് പ്രാരാബ്ധം ഉണ്ടായിരുന്നു, ആ പ്രാരാബ്ധം കഴിഞ്ഞു. ഇതാണ് പറഞ്ഞത്, പ്രാരാബ്ധം കഴിഞ്ഞു. നമ്മളില്ലേ 2 ദിവസത്തെ ജയിൽ ശിക്ഷയുള്ളൂ, എന്നിട്ടോ കഴിഞ്ഞു, ആ 2 ദിവസം കഴിഞ്ഞു, ഇനി പോരാ. അഗ്നിതത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ളവരെ ശവസംസ്കാരം നമ്മൾ നടത്താറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ ചോദ്യം ചോദിച്ച ആളോടുള്ള ഉത്തരം ഇതാണ്. ഇതൊക്കെ നമ്മൾ
അഥവാ ഒരു കുട്ടിയുടെ ശവസംസ്കാരം നടത്തിയാലും അബദ്ധമുണ്ടോയെന്നും പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മാനസികമായി ഒരു ശ്രേഷ്ഠത നമുക്ക് കിട്ടും. ഏത് കാര്യവും നമ്മൾ വായിക്കുന്നതും ചിന്തിക്കുന്നതും ഉത്തരോത്തരം നമുക്ക് പുരോഗതി ഉണ്ടാവാനുള്ള മാനസികമായിട്ടുള്ള ശ്രേഷ്ഠത കിട്ടുമെന്ന് ആലോചിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു.